ഇപ്പോൾ ഗൾഫ് മേഖലയിലൊക്കെ മൊത്തം ഒരു ആശങ്കയും ഒരുപാട് യുദ്ധം പ്രമാണിച്ച് ഒരു ആങ്സൈറ്റിയും ഒക്കെ നിലനിൽക്കുന്ന അവസ്ഥയിൽ ഞാൻ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് പറയുന്നത് കേട്ടു, ഇങ്ങനൊരു ഇഷ്യൂ ഇവിടെ നടന്നിട്ട് എന്നെ ആരും അന്വേഷിച്ചില്ല, ഞാൻ നാട്ടിൽ പോകുമ്പോൾ ഞാൻ ഓടി നടന്ന് അന്വേഷിക്കുന്നവരാരും എന്നെ അന്വേഷിച്ചില്ല. ഒരു കണക്കിന് ആലോചിക്കുമ്പോൾ അതും ഒരു കഷ്ടമല്ലേ? നമ്മൾ നാട്ടിൽ പോകുമ്പോൾ കഷ്ടപ്പെട്ട് അവരെ വീടുകളിൽ പോകുന്നു, അവർക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നു, ഇവിടെ നിന്ന് വാങ്ങിച്ച് പെട്ടിയിലാക്കി ചുമന്ന് അവിടെ കൊണ്ടുപോയി അത് ചുമന്ന് അവരെ വീട്ടിൽ കൊണ്ടുപോകുന്നു. അത് നല്ല പണിയാണത്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ നമുക്കൊരു ദുരവസ്ഥയോ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ വരുന്ന സമയത്ത് നിങ്ങൾ സേഫാണോ എന്നൊരു വാക്ക് പോലും ചോദിക്കാതിരിക്കുമ്പോൾ നമുക്ക് ആർക്കായാലും വിഷമം തോന്നും. അറ്റ് ദ സെയിം ടൈം വേറൊരു സെറ്റ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പ്സ് ഉണ്ട്. അവർക്ക് ഈ കൂടുതൽ അവരെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്നതിന് റിസൾട്ടായിട്ടാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടത്. എന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, എന്താണ് ഇത്ര ചോദിക്കാനായിട്ട്, ഇവിടം ഭയങ്കര സേഫല്ലേ, ഞങ്ങളിവിടെ ഓരോ കാര്യങ്ങൾ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ഇവിടെ ഇത് സേഫാണെന്ന്? ഇത് സേഫ് ആയതുകൊണ്ടല്ലേ ഞാനിവിടെ ഇരുന്ന് പടം വരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഞാനിവിടെ ഇരുന്ന് പാട്ട് പാടുന്നത്, അല്ലെങ്കിൽ ഡാൻസ് കളിക്കുന്നത്? അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ചോദിക്കുന്നവരെ ഒരുമാതിരി ഫൂളാക്കുന്ന രീതിയിലും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇത്രയ്ക്ക് ബോധമില്ലേ എന്നുള്ള രീതിയിൽ തിരിച്ച് ഒരു തരം പരിഹാസമെന്ന് തോന്നാം. ആ രീതിയിൽ റിയാക്ട് ചെയ്യുന്ന വേറെ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ പലതരം, അതുപോലെ പ്രവാസികളും പലതരം എന്ന് മാത്രമേ നമുക്ക് ചിന്തിക്കാൻ പറ്റുള്ളൂ. എങ്കിലും രണ്ട് തരം ആൾക്കാരും ഈ റിയാക്ട് ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. അപ്പം നാട്ടിലുള്ള ആൾക്കാർക്ക് കൺഫ്യൂഷനാവും, ഇനി ഞാൻ ചോദിച്ചാൽ അവർക്ക് ഇറിറ്റേറ്റഡ് ആകുമോ, അതുകൊണ്ട് ചിലപ്പം ചോദിക്കാതിരിക്കുന്നതായിരിക്കാം. ഇനി ചോദിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമോ എന്ന് വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അവർക്കൊരു പരിഹാസ മുന വച്ചിട്ടുള്ള റിപ്ലൈ ആണ് കിട്ടുന്നതെങ്കിൽ പിന്നെ അവർക്ക് ഇനി ആരോടും ചോദിക്കുന്നില്ല, വെറുതെ എന്തിനാണ് എന്നും ചോദിക്കുന്നതാവാം. ഏതായാലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ്. പിന്നെ നമ്മളൊരു ഡിഫിക്കൽട്ട് പാത്തിൽ കൂടെ പോകുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് ഒരു അന്വേഷണം അത് എപ്പോഴും നല്ലതാണ്. നമ്മൾ അന്വേഷിച്ചു എന്ന് വിചാരിച്ചിട്ട് നമുക്കിപ്പം കുഴപ്പമൊന്നും വരാനില്ല. അവർക്കത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അവർക്കത് ചിലപ്പോൾ ഓവർവെൽമിങ് ആയിരിക്കും, അല്ലെങ്കിൽ അവരെ കുത്തുന്നതാണെന്ന് തോന്നിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല.